ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമുക്കൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു ക്ലോത്താണ്. അപ്പോൾ ഈ ഒരു ക്ലോത്ത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അതായത് ഇതൊരു ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് എന്ന് വേണമെങ്കിൽ പറയാട്ടോ. അതായത് ഒട്ടും തികയാത്തൊരു ക്ലോത്ത് നിന്ന് ഞാൻ ഇന്നൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഞാൻ മുകളിലൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടോപ്പ് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ടോപ്പിൻ്റെ ലോങ് വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ ബാക്കി വന്നൊരു പീസാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് അറ്റാച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ എന്തായാലും ഇതിൻ്റെ തന്നെ ക്ലോത്ത് ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് വെച്ചിട്ട് ഒരു ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. കാരണം അതിന് മാത്രമേ ഇത് കഷ്ടിച്ച് തികയത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ മെറ്റീരിയൽ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. മടക്കിയിട്ടിട്ട് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നുള്ള രീതിയും കൂടി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ തുണി രണ്ടായിട്ട് മടക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ അതിന് ശേഷം വീണ്ടും ഒരെണ്ണം രണ്ടായിട്ട് കട്ട് ചെയ്ത് തന്നെ മുകളിലേക്ക് ഇടുക എന്നുള്ളതാണ്. വേണമെങ്കിൽ നമുക്ക് നാലായിട്ട് മടക്കിയിട്ടും ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഓരോ പീസസ് ആക്കി എടുത്തിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തേക്കാണ്. അപ്പോൾ എൻ്റെ കൈ ഇരിക്കുന്ന ഭാഗത്തെന്ന് വെച്ചാൽ നന്നായിട്ട് മടങ്ങിയിരിക്കുന്നത്. മുകളിൽ ഓപ്പൺ സൈഡ്, താഴെ ഓപ്പൺ ആണ്, സൈഡിൽ ഓപ്പൺ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ അളവുകളായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഷോൾഡറാണ് അടയാളപ്പെടുത്തുന്നത്. മുകളിൽ നിന്ന് അങ്ങോട്ടേക്ക് 7 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കഴുത്തകലം 3 ഇഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ 3 ഇഞ്ചിൽ നിന്ന് താഴോട്ട് ഒരു 7 ഇഞ്ച് കഴുത്തിറക്കം കൊടുക്കണം. അതായത് നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം, നമ്മൾ ഡ്രസ്സ് ഇടുമ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ഇല്ലേ, അതാണ് കേട്ടോ 7 ഇഞ്ച്. ഇതാണ് ഞാൻ ഇപ്പോൾ വരച്ച് കൊടുത്തത്. അത് മുകളിൽ നിന്ന് താഴോട്ട് ഒരു 7 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത മാർക്ക് ചെയ്യാൻ പോകുന്നത് കൈക്കുഴി ലെങ്ത് ആണ് കേട്ടോ. അപ്പോൾ കൈക്കുഴി ലെങ്ത് എവിടുന്നാണ് മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു 4 ഇഞ്ച് ഷോൾഡറിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അവിടുന്ന് താഴേക്ക് ഞാൻ എൻ്റെ അളവാട്ടോ ഇവിടെ കൊടുക്കുന്നത്. അവിടുന്ന് താഴേക്ക് ഒരു 6.5 ഇഞ്ചാണ് കൈക്കുഴി ലെങ്ത് കൊടുക്കുന്നത്. അങ്ങനെ അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്ര ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ കൈക്കുഴി ലെങ്ത് അടയാളപ്പെടുത്തി തീർത്തില്ലേ താഴോട്ടുള്ള പോയിന്റ്, ആ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ടേപ്പ് പറ്റുന്ന രീതിയിൽ നമ്മൾ മടക്ക് ഭാഗത്തു നിന്ന് അങ്ങോട്ടേക്ക് എത്രയാണോ നമ്മുടെ നെഞ്ചളവ് അത് കൊടുക്കുക. എനിക്കിവിടെ 9 കിട്ടുന്നത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ചേർത്തിട്ട് 11 കേട്ടോ ഞാൻ കൊടുക്കുന്നത്. നമ്മൾ ഫുൾ അങ്ങോട്ട് വരച്ച് ചേർക്കണ്ട. നമ്മൾ ആ കൈക്കുഴി ലെങ്ത് എത്രയാണോ വരച്ചത് അവിടെ നിന്ന് അങ്ങോട്ട് ജസ്റ്റ് ഇങ്ങനെ 11 കിട്ടുന്ന രീതിയിൽ ആ ബാക്കി വരുന്നത് അങ്ങോട്ട് വരച്ച് ചേർത്താൽ മതി. ഞാൻ പറഞ്ഞത് പിടി കിട്ടുന്നുണ്ടോ ആവോ? ഓക്കെ, അത്ര ആയിട്ടുണ്ട്. ഇനി നമുക്ക് താഴോട്ടുള്ള ഇറക്കം നോക്കാം. അപ്പോൾ ഇതിനകത്ത് താഴോട്ട് ഇറക്കം കിട്ടുന്നത് 15 കേട്ടോ. അതേ താഴോട്ടുള്ള ഇറക്കം മീൻസ് ഈ ഒരു യോക്ക് പോർഷൻ, ഈ ഒരു പോർഷൻ നമ്മൾ യോക്ക് പോർഷൻ എന്ന് പറയും. അപ്പോൾ അത് 15 വരുന്നത്. അപ്പോൾ നമുക്കിനി മുകളിൽ നിന്ന് താഴേക്ക് ഞാൻ ആ ഫുൾ ലെങ്ത് അങ്ങ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ താഴേക്ക് നമ്മൾ അതേ കണക്ക് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ താഴെ ഞാൻ കറക്റ്റ് അതേ 15 എടുത്തിട്ടില്ല, 1 ഇഞ്ച് കുറച്ചാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. താഴെ 14 താഴത്തെ ആ ഒരു വണ്ണം എന്ന് പറയുന്നത്. പിന്നെ അതിനേശം ഒന്നുമില്ല, നമ്മൾ ആ ഒരു കൈക്കുഴി ലെങ്ത് കേർവ് ചെയ്ത് വരച്ചെടുക്കാം. ഇനി നമുക്ക് നെക്ക് നോക്കാം. നെക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ 3 ഇഞ്ചാണല്ലോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് കഴുത്ത് അകലമാണ്. നമ്മൾ ഡ്രസ്സ് ഇടുമ്പോൾ നമ്മൾ ഷോൾഡർ ടു ഷോൾഡർ ഇല്ലേ, ആ ഒരു അകലമാണിത്. അപ്പോൾ നമുക്കിത് അവിടെ 3 ഇഞ്ചാണ് വരുന്നത്. അത് ഞാൻ അങ്ങോട്ട് ചേർത്ത് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നെക്ക് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വീനക്കാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ വീനക്ക് മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ആ മുകളിൽ നിന്ന് ആ ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ ചരിച്ച് വരച്ച് കൊടുക്കണം. ഒരു വി ഷേപ്പിൽ വരച്ച് കൊടുക്കുക. ഓക്കെ, നമ്മൾ കറക്റ്റ് ഒരു വി വരച്ച് കൊടുത്തുള്ള കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ കൂടി ഇണക്കിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ഇച്ചിരി ഒന്ന് ചരിച്ച് നമ്മളൊരു ഷേപ്പിന് വരച്ചെടുക്കുക. അത്രയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ബാക്ക് നെക്കിൻ്റെ ഇറക്കമാണ്. ഞാനൊരു 4 ഇഞ്ചാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അത് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ. ഇനി അടുത്ത പരിപാടി ഒന്നുമല്ല, ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് പണി കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ ഈ കൈക്കുഴി കർവ് തന്നെ കട്ട് ചെയ്തുകൊണ്ട് പോകണം. അല്ലാതെ നേരെ നമ്മൾ ആ ഒരു സ്ക്വയർ കണക്ക് വെട്ടിക്കൊണ്ട് പോയുള്ള കാരണം എന്ന് വെച്ചാൽ മൊത്തത്തിൽ പണി വാളും. അതെനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. അതാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ അതിന് ശേഷം ഞാനത് രണ്ടും സ്പ്ലിറ്റ് ചെയ്തു. അതായത് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും മാറ്റിയിട്ടതിന് ശേഷം ആ വീനൊക്കെ അങ്ങോട്ട് വെട്ടി മാറ്റി. അല്ലെങ്കിൽ അതും ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു മടക്കി ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഒരിക്കലും 2 തുണി കൂടി ഒരുമിച്ചിട്ടിട്ട് വെട്ടരുത്. മാറ്റിയിട്ടിട്ട് വേണം നമ്മൾ കഴുത്തൊക്കെ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോക്കിയാൽ ബാക്ക് നെക്ക് നമ്മൾ മെഷർമെൻറ്റ് ചെയ്തതുപോലെ തന്നെ അതിലൂടെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു റൗണ്ട് നെക്ക് കേട്ടോ ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ വലിയ ഡിസൈനൊന്നും ഞാൻ വേണമെന്ന് വിചാരിക്കുന്നില്ല. അത്രയേ ഉള്ളൂ. ഞാനിനി വിരിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബാക്ക് പോർഷൻ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ വീനൊക്കെ വരുന്നൊരു പോർഷനാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്, അതായത് ടോട്ടൽ ലെങ്ത് 15 കേട്ടോ വരുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ താഴത്തെ വണ്ണം നോക്കുകയാണ്. താഴത്തെ വണ്ണം നോക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് താഴെ ഫ്രില്ല് വെക്കണമല്ലോ. അപ്പോൾ ഈ താഴത്തെ വണ്ണത്തിൻ്റെ ഇരട്ടിയാണ് നമുക്ക് ഫ്രില്ല് വേണ്ടത്. അതായത് ഒരു സൈഡിലോട്ടുള്ള ഫ്രില്ലെന്ന് വെച്ചാൽ താഴത്തെ വണ്ണത്തിൻ്റെ ഇരട്ടിയാണ് വേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ കുറച്ച് പാട് വരും. അങ്ങനെ പിന്നെ നമുക്കിനി സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ സ്ലീവിന് വേണ്ടിയിട്ടാണെങ്കിൽ തുണി തികയത്തില്ല. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടത് വേസ്റ്റ് പീസസ് ഉണ്ടല്ലോ, കുഞ്ഞു പീസസ്, അതൊക്കെ വെച്ച് ജോയിൻ ചെയ്തിട്ടാണ് ഞാനിവിടെ സ്ലീവ് ആക്കി എടുക്കുന്നത്. അത് മാറ്റി വെച്ചു. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നതെന്ന് പോകുന്നതെന്ന് വെച്ചാൽ ഇനി നമ്മൾ ഫ്രില്ലാണ് കേട്ടോ. താഴെ നമുക്ക് ഫ്രില്ല് വെക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുണി ഇങ്ങനെ 2 മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് താഴത്തെ നമ്മൾ നേരത്തെ കണ്ട യോക്ക് പോർഷൻ ഇല്ലേ, അതിൻ്റെ അകത്ത് താഴത്തെ വണ്ണത്തിൻ്റെ ഇരട്ടിയാണ് ഒരു സൈഡിൽ വേണ്ടത്. അതിൻ്റെ ഇരട്ടിയാണ് വേണ്ടത്. നല്ല ഫ്രില്ല് കിട്ടണമെങ്കിൽ അത്രയും വേണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയൊക്കെ ആട്ടോ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. കാരണം കുറഞ്ഞ തുണിയാണ്, നമുക്ക് അതിൻ്റെ അകത്ത് വേണം ഇത്രയും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് 2 കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ അതിങ്ങനെ 2 പീസസ് കിട്ടും. ഇതാണ് നമ്മളിനി പ്ലീറ്റ് ഇട്ട് എടുക്കുന്നത്.
അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ താഴെ വെക്കുന്ന ഫ്രില്ല്. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തെന്ന് വെച്ചാൽ ഞാൻ സ്ലീവ് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മൾ ഈ വേസ്റ്റ് പീസ്, അതായത് നമ്മൾ തുണിയിൽ നിന്ന് കട്ട് ചെയ്ത് മറ്റേ വേസ്റ്റ് പീസ് ഇല്ല, അതെല്ലാം കൂടി ചേർത്ത് വെച്ചേക്കുവാണ്, സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഇത് വെച്ചിട്ട് വേണം നമ്മൾ 2 സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടിയാണ് കേട്ടോ മൊത്തത്തിൽ. ഇതെല്ലാം വേസ്റ്റ് പീസസ് ആണ്. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ വേസ്റ്റ് പീസിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ഡ്രസ്സ് ആക്കി എടുക്കാൻ നോക്കുന്നത്. അങ്ങനെ അത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം പരസ്പരം ജോയിൻ ചെയ്തിട്ട് ഒരു സ്ലീവ് ആക്കി എടുക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതിൻ്റെ കട്ടിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ലൈനിങ് ഇടുന്നില്ല. ലൈനിങ് ഇടാത്തതെന്ന് വെച്ചാൽ എൻ്റെ വേറെ മെറ്റീരിയൽ ഒന്നും ഇരിപ്പില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ലൈനിങ് ഒന്നും ഇടുന്നില്ല. അങ്ങനെ ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് നെക്ക് പോർഷൻ, അതായത് നമുക്കിനി സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകാം. അപ്പോൾ ബാക്ക് നെക്കാണ് ഞാൻ ആദ്യം എടുത്തത്. ബാക്ക് നെക്ക് അല്ല, ബാക്ക് പോർഷനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ബാക്ക് നെക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ക്രോസ് പീസ് പറ്റി അറിയാത്തവരാണെങ്കിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്തേക്കാം. അപ്പോൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ നെക്ക് പോർഷൻ ചെയ്യുന്നത്. അപ്പോൾ ക്രോസ് പീസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നല്ല പോർഷൻ ഇല്ലേ നമ്മൾ ആ ടോപ്പിൻ്റെ, അതായത് ആ ഫ്രണ്ട് പോർഷൻ മീൻസ് അതായത് നല്ല വശം ചീത്ത വശം എന്ന് പറയുമല്ലോ, അതായത് പ്രിൻ്റുള്ള നല്ല ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ ക്രോസ് പീസ് അടിച്ച് തിരിച്ചിടുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഒന്നും കൂടി പറയാം. നമ്മൾ നേരത്തെ 2 പീസ് കട്ട് ചെയ്ത് വെച്ചല്ലേ യോക്ക് പോർഷനായിട്ട്. അപ്പോൾ അതിനകത്ത് ബാക്ക് പോർഷൻ ഞാൻ എടുത്തിട്ട്, അതായത് ആ ഒരു ഉടുപ്പിൻ്റെ ബാക്ക് പോർഷൻ എടുത്തിട്ട് അതിൻ്റെ കഴുത്ത് സ്റ്റിച്ച് ചെയ്യണം. നമ്മൾ ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് ക്രോസ് പീസ് വെക്കണം. ക്രോസ് പീസ് നമ്മൾ ഇതുപോലെ ഒരു വേസ്റ്റ് അതിന് മാച്ച് ചെയ്യുന്നൊരു തുണി എടുക്കുക. അതിനുശേഷം ക്രോസ് പീസ് ഇതുപോലെ അടിച്ചിട്ട് നമ്മുടെ നല്ല വശത്ത് അടിച്ചിട്ട് ചീത്ത വശത്തേക്ക് അത് തിരിച്ചിടാണ് ചെയ്യുന്നത്. തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ അത് നല്ല രീതിയിൽ ഇതുപോലെ അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ബാക്ക് പോർഷനിലെ നെക്കിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ക്രോസ് പീസ് വെച്ച് നമ്മൾ കഴുത്തിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാട്ടോ ഞാനത് എടുത്തെടുത്ത് പറയുന്നത് തന്നെ. അതായത് ബാക്ക് പോർഷനിലെ നെക്ക് നമ്മളിതുപോലെ ലൈനിങ് ഇല്ലാത്തപ്പോഴത്തേക്ക് ഇതുപോലത്തെ ക്രോസ് പീസ് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാറുള്ളത്. നമ്മൾ ചില ഡ്രസ്സൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് കണ്ടിട്ടില്ല, ദാണ്ട് ഇതുപോലെ ഇരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ദാണ്ട് ഇങ്ങനെ ചെയ്തെടുത്തത്. ഓക്കെ, അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് സെറ്റാക്കാനുള്ളത് ഫ്രണ്ട് പോർഷൻ ആണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ വീനക്കല്ലേ കൊടുത്തത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഇതുപോലെ ഫേസിങ് വെച്ചേക്കാണ്. ഫേസിംഗ് എന്ന് വെച്ചാൽ വേറൊരു തുണി, അതായത് ഇപ്പോൾ ഇതിനകത്ത് നീല ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയ മഞ്ഞയൊക്കെ വെച്ചാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത്. ഇതുപോലത്തെ ഒരു തുണി നമ്മുടെ നല്ല വശത്ത് വെച്ചിട്ട് ഈ നെക്കിനോട് ചേർത്ത് വെച്ച് അടിച്ചു കൊടുക്കുക. ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയേ, അതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. അപ്പം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. അത് നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ വെച്ച് അടിച്ചിട്ട് കട്ട് ചെയ്ത് തിരിച്ചിടാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ബിഗിനേഴ്സിനാണെങ്കിലും മനസ്സിലാക്കാൻ കുറച്ച് പാടായിരിക്കും. കാരണം ആ ഒരു വീഡിയോ ക്ലിപ്പ് എടുക്കാനായിട്ട് ഞാൻ അന്നേരം വിട്ടു. അങ്ങനെ ആ നെക്കും റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. ലൈനിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് വേറെ കാര്യം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഉള്ളൂ. ഇത്രയും പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇനി നമുക്ക് 2 പോർഷൻ തമ്മിൽ ജോയിൻ ചെയ്യണം. നമ്മുടെ ഷോൾഡർ വെച്ചിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആ യോക്ക് പോർഷനിലെ മുകളിലത്തെ ഭാഗമല്ല, ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും എടുത്ത് നല്ല വശങ്ങളിൽ തമ്മിൽ ചേർത്ത് വെച്ചിട്ട്, അതായത് ഷോൾഡർ തമ്മിൽ നല്ല കറക്റ്റായിട്ട് ചേർത്ത് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ മൊത്തത്തിൽ പണിവാളിപ്പോവും. അത് കറക്റ്റാക്കി വെച്ചിട്ട് ചേർത്ത് ജോയിൻ ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. ഇനി അടുത്ത പരിപാടി നമുക്ക് എന്താ, സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ സ്ലീവിന് വേണ്ടിയിട്ട് നമ്മളെടുത്ത വേസ്റ്റ് തുണിയെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും കുറേ ജോയിൻ്റ് ഉണ്ട്. അതിനുശേഷം നമ്മുടെ സ്ലീവിന് ആവശ്യമായിട്ടുള്ള പ്ലീറ്റ് എടുത്തിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ താഴത്തെ ഫ്രില്ല്, നമ്മുടെ ഓപ്പോസിന് വെക്കേണ്ട ഫ്രില്ലും ശരിയാക്കി എടുക്കുക. അത് ഇതുപോലെ തന്നെ പ്ലീറ്റ് എടുത്ത് വെക്കുക. പ്ലീറ്റ് കുറവാണ് കേട്ടോ, തുണി കുറവായതുകൊണ്ട് തന്നെ പ്ലീറ്റും കുറവാണ്. നമുക്ക് ഒരുപാട് തുണി ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്ലീറ്റൊക്കെ എടുത്തിട്ട് നന്നായിട്ട് സെറ്റാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ കുറേ തുണി ഉണ്ടായിരുന്നു, നമുക്ക് കുറച്ചും കൂടി അടിപൊളിയാക്കായിരുന്നു. ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സിൻ്റെ. അപ്പോൾ താഴെ കുറച്ചും കൂടി പ്ലീറ്റ് വേണ്ടി വരണമായിരുന്നു, പക്ഷേ തുണി തികഞ്ഞില്ല. പിന്നെ താഴെ ആ തുണിയുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു ബ്ലൂ കളർ കാണുന്ന വെച്ചാൽ ആ ഒരു പ്രിൻറ്റിങ്ങിലുള്ളതാണ്. അങ്ങനെ ഇത്ര ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ തുണി കുറച്ചുകൂടി ഉണ്ടായിരുന്നു, ഞാൻ ആ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞത്. പക്ഷേ നമുക്ക് ലെങ്ത് കിട്ടത്തില്ല. പിന്നെ കൈയും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇരിക്കുകയാണ്. കൈയും നമുക്ക് ഫുൾ റൗണ്ട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. എങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഇതുപോലൊക്കെ ഇടയ്ക്ക് ട്രൈ ചെയ്ത് നോക്കണം. കാരണം എപ്പോഴും നല്ല തുണിയിൽ മാത്രം ചെയ്ത് നോക്കില്ല, നമ്മൾ അങ്ങനെ അങ്ങ് പഠിക്കത്തുള്ളൂ. ഇതാകുമ്പോഴത്തേക്കും നമ്മൾ വേസ്റ്റ് പീസിൽ നിന്നൊക്കെ എങ്ങനെ ഒരു ഡ്രസ്സ് സെറ്റാക്കാന്നൊക്കെ നോക്കുന്നതാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് കേട്ടോ, സ്വന്തമായിട്ട് ഇതുപോലെ ഡ്രസ്സൊക്കെ മേക്ക് ചെയ്യുക എന്നുള്ളത്. അതായത് എൻ്റേതായിട്ടുള്ള ഐഡിയയിൽ ഡ്രസ്സൊക്കെ ചെയ്തെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. എന്തായാലും ഈ ഡ്രസ്സ് വലിയ കുഴപ്പമില്ലാതൊക്കെ സെറ്റായി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്തേക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് സ്റ്റിച്ചിങ് വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ടും വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.